വിശുദ്ധ തോമസ് ലീഗായുടെ പാദസ്പർശനത്താൽ ധന്യമായ പുണ്യഭൂമിയിലാണല്ലോ തോമസ് ലീഗ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് നമ്മുടെ ഭാരതത്തിൽ. ചരിത്രപ്രധാനമായ ഈ ദേവാലയം തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ വരുന്നവർക്ക് തോമസ് ലീഗയെക്കുറിച്ച് അറിയുന്നതിനും തങ്ങളുടെ വിശ്വാസത്തിൽ വളരുന്നതിനും വേണ്ടിയിട്ടാണ് സാന്തോസ് സാഗ മ്യൂസിയം എന്ന പേരിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പോഴും പൂർണ്ണമായി അത് പൂർണ്ണമാക്കുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഇന്നലെയാണ് ഞങ്ങളത് കണ്ടത്. സാമൂഹ്യ വിരുദ്ധർ അകത്ത് കയറി 15ലധികം രൂപങ്ങൾ പ്രതിമകൾ അടിച്ചു തകർത്തു. വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത്. എന്തിനു വേണ്ടി ചെയ്തു, ആര് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പോലീസ് ഇന്നലെ വന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും നടക്കുന്നുണ്ട്. ഒരു 30 ലക്ഷം രൂപയിലധികം മിനിമം ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. നഷ്ടത്തേക്കാൾ ഉപരിയായിട്ട് ഇത് ചെയ്ത ഒരു മനോഭാവമാണ് മനസ്സിലാകാത്തതും അംഗീകരിക്കാൻ സാധിക്കാത്തതും. പോലീസ് വന്നു. ഇന്നലെ അവർ തന്നെ 3-4 പേര് വന്നിരുന്നു. എല്ലാത്തിൻ്റെയും വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പലരെയും വിളിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട്, മൊഴികളെടുക്കുന്നുണ്ട്. എന്താവും എന്ന് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. വളരെയധികം പണം ചെലവഴിച്ചാണ് ഇത്രയും ഇവിടെ നിർമ്മിച്ചത്. അത് പൂർത്തിയായി കാണാനുള്ള ആഗ്രഹത്തിലായിരുന്നു ഇടവക ജനങ്ങൾ, പ്രദേശത്തുള്ള എല്ലാവരും. എന്നാൽ ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല. എത്രയും വേഗം ഇതിന് കുറ്റക്കാരായവരെ കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണമെന്നാണ് ഞങ്ങളെല്ലാവരും ഇടവക ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്.